നന്ദസ്വിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കണ്ണൻ്റെ ഒപ്പമാണ് യാത്ര. ഇന്ന് തൃശ്ശൂർ ചൊക്കരയിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ നമുക്ക് കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും കണ്ണുകൂടിയിട്ടാണ് യാത്ര തുടങ്ങുന്നത്. പിന്നെ കണ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വളരെ ദൂരേക്കുള്ള യാത്രയ്ക്കൊന്നും കൊണ്ടുപോയില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ പാലക്കാട് പോയപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് സുഖമായിട്ടൊന്നും ഉറങ്ങി. കാരണം ഡബിൾ സൈഡായിട്ടല്ല ഇരുന്നിട്ടുണ്ടായിരുന്നത്, സിംഗിൾ സൈഡ് ഇരുന്നിട്ടാണ് ഞാൻ ഉറങ്ങിയത്. അപ്പോൾ അവന് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മൾ കുടുംബിനികളാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര പോണ സമയത്ത് വീട്ടിലത്തെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ 4:30 കണ്ടിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതുപോലെ തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രോമിസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉറങ്ങില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളങ്ങനെ ചൊക്കരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ്. വണ്ടികളൊക്കെ കുറവേ ഉള്ളൂ. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു കടക്കാരനോട് ചോദിച്ചേ ഏതിലെ റൂട്ട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു നേരെ വിട്ടോ, പക്ഷെ പോണ വഴിക്ക് ചിലപ്പോൾ ആനയൊക്കെ ഉണ്ടാവും, അതിനൊന്നും കൈയോടൊന്ന് മാറ്റി നിർത്തിയിട്ട് പോക്കോളാൻ പറഞ്ഞു. പറയുന്ന പോലെ തന്നെ ഇവിടെ തീരെ വണ്ടികളൊക്കെ കുറവാണ്. പിന്നെ തേക്കാണ് നിറച്ച് കാണുന്നത്. ഭയങ്കര സൈലൻസ് ആണ്. പിന്നെ നിറച്ച് പൂമ്പാറ്റകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇവിടെ നല്ലൊരു തൂക്കുപാലുണ്ട്. ബ്രിട്ടീഷുകാരൊക്കെ പണ്ടായിരിക്കണം, അത് കാരണമാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യം കയറിപ്പോ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളായിട്ട് മുന്നേ കുറച്ച് പേരാണ്ട് കയറി പോണ് കണ്ടു. അപ്പൊ പിന്നെ ധൈര്യമായി. അപ്പൊ ഇനി കയറി നോക്കാട്ടോ. അതിന്റെ തൂക്കുപാലത്തിന്റെ ചോട്ടില് ഒരു അരുവി പോലെ പോകുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതിന് ആൾക്കാർ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് റിസ്ക് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു ധൈര്യം സംഭരിച്ചാണ്ട് പോവാം. അങ്ങനെ ആർഡറൊക്കെ ഉണ്ട്. എന്റെ ഗുരുവായൂരപ്പ.
അടിപൊളി എക്സ്പീരിയൻസ്. ഗുരുവായൂരപ്പ രക്ഷപ്പെട്ടു. അവര് വണ്ടി കൊണ്ട് പോകാൻ നല്ല പഴക്കമുള്ളൊരു പാലാണ്, ഷീറ്റൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ ആ വണ്ടിമ്മ പോണ ചേട്ടൻ ഞങ്ങളോട് പറയുന്നത് അധികം നേരം ഒന്നും ഇവിടെ നിൽക്കണ്ട, വേഗം പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. ആനയൊക്കെ വരുന്ന സ്ഥലമായിരിക്കണം, അത് കണ്ടായിരിക്കണമല്ലോ പാളതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ നിറച്ച് റബ്ബറിൻ്റെ ഇങ്ങനെ എസ്റ്റേറ്റാണ്. അപ്പോൾ അത് രണ്ട് റബ്ബറൊക്കെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഷെഡുകളൊക്കെ പണിതിട്ടുണ്ട്. അതാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. അപ്പുറത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നോക്കാം. ഇനി ഇവിടെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാൻ നോക്കാം. ഇതിപ്പുറത്ത് നല്ല ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അവിടെ മീനൊക്കെ പോണ്ട്. നല്ല തണുപ്പുള്ള വെള്ളം. നല്ല അടിപൊളി വൈബുള്ളൊരു പ്രദേശം. ആരൊക്കെ അറിയോ ജമ്പിപ്പിക്കാൻ പറ്റുമോ? പരാജയം സമ്മതിച്ചുകൊണ്ട് ഞാൻ കയറുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചൊക്രയിൽ നിന്നുള്ള വിശേഷങ്ങൾ. ചാലക്കുടിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് ചൊക്ര എന്ന് പറയുന്ന സ്ഥലം. അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അത്രയ്ക്കധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പം നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ്. പിന്നെ നമ്മൾ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്രാവശ്യം കൊറോണയായിട്ട് വേറെ എവിടേക്കും പോകാൻ പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് പോകാൻ പറ്റിയ പ്ലേസസ് തൃശ്ശൂർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ബൈ.